നമസ്കാരം, എല്ലാവർക്കും ട്രിപ്പിൾ സാൻ അവർ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മക്കളെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് മക്കളെ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ചെടികളും കൃഷിയുമൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ടെറസിൻ്റെ മേലെയാണ് ആദ്യം കയറിയത്. ഞാൻ എൻ്റെ ടെറസിൻ്റെ മേലെ ഷീറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് എല്ലാ ചെടികളൊന്നും നടാൻ പറ്റത്തില്ല. വെയിൽ കിട്ടുന്നിടം നോക്കിയാണ് ഞാൻ ചെടികളൊക്കെ നട്ടിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം ഒന്നുമില്ല കേട്ടോ. പയറും തക്കാളിയും നിത്യവഴുതന അങ്ങനെ കുറച്ചൊക്കെ ഉള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് തക്കാളി കായ്ക്കുന്നത്. അല്ലെങ്കിൽ ഈ പൂ ഇടുമ്പോൾ തന്നെ തക്കാളി അങ്ങ് നശിച്ച് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ തക്കാളിയിൽ കായ ഉണ്ടാകുന്നത്. ഇപ്പോൾ പയറൊക്കെ കിട്ടുന്നുണ്ട്. കുറേശ്ശെ 3ഉം 4ഉം ഒക്കെ ആയിട്ട് അങ്ങനെ കിട്ടുന്നുണ്ട്. ഈ നീലമുളകിൻ്റെ ചേട്ടത്തിൽ തന്നേനെ കേട്ടോ. ചേട്ടത്തിൽ തന്ന വിത്തിൽ നിന്ന് പൊടിപ്പിച്ചെടുത്തതാണ് നീലമുളക്. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. 10 മണിയൊക്കെ വളരുന്നുണ്ട് നല്ലതുപോലെ. ഞങ്ങൾ വെക്കേഷന് ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാ ചെടികളും എല്ലാം നശിച്ചു പോയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒന്നിന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. ഇത് ശംഖുപുഷ്പമാണ് കേട്ടോ. ശംഖുപുഷ്പമൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് എനിക്ക് എൻ്റെ കോളിഫ്ലവർ വളർന്നിരിക്കുകയാണ്. കാബേജ് എന്ന് വിചാരിച്ച് എനിക്ക് അമ്മ തന്നതാണ് കേട്ടോ. കാബേജിൻ്റെ തൈ എന്ന് പറഞ്ഞാണ് അമ്മ തന്നത്. പക്ഷെ അത് കോളിഫ്ലവർ ആയിരുന്നു. അങ്ങനെ ഞാൻ ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ടെറസിൻ്റെ മേലെ. അവിടെ നിന്ന് നേരെ അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് നിത്യവഴുതനവും വഴുതനങ്ങയും പിന്നെ ഫാഷൻ ഫ്രൂട്ടും ഒക്കെ നിൽപ്പുണ്ട്. മുളക് കാന്താരി മുളക് ഒക്കെ ഉണ്ട്. നിത്യവഴുതനം ഇപ്പോൾ കാഴ്ച തീരാറായി കേട്ടോ. ഈ മഴ പെയ്തപ്പോഴത്തേക്കും നിറയെ നിത്യവഴുതനയുടെ തൈയും പയറിൻ്റെ തൈയും പാഷൻ ഫ്രൂട്ടിൻ്റെ തൈയും എല്ലാം കൂടെ ഒരുമിച്ച് ആണ് വളർന്നത്. ഒരുമിച്ച് ചുറ്റിപ്പണഞ്ഞ് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് മാറ്റി നടാനോ ഒന്നും പറ്റിയില്ല മഴ കാരണം. അങ്ങനെ അതെല്ലാം കൂടി ഒരുമിച്ച് പടർന്ന് വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നിത്യവഴുതനം പറിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് പയറും പാഷൻ ഫ്രൂട്ടൊക്കെ നമുക്ക് പറിക്കാൻ പറ്റുമല്ലോ. നിത്യവഴുതനം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുഞ്ഞായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പറിക്കാൻ. കിളികളുടെ ശബ്ദവും കാക്കയുടെ ശബ്ദവും ഒക്കെ ഭയങ്കര ബഹളമാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് നമ്മളെ ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പാട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി കേൾക്കുന്നുണ്ട്. ചുണ്ടയ്ക്ക ഇപ്പോൾ വീണ്ടും കായ്ച്ചു തുടങ്ങി. ചുണ്ടയ്ക്കയുടെ കായൊക്കെ പറിക്കാറായി വന്നിട്ടുണ്ട്. പാവയ്ക്കുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ചുണ്ടയ്ക്കയും പാവയ്ക്കയും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ചങ്ങ് പടർന്ന് കയറിയിരിക്കുകയാണ്. ഫാഷൻ ഫ്രൂട്ടും പിന്നെ പയറും ഒക്കെ ഒരുമിച്ച് പടർന്ന് കയറിയിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്.
ഏതെങ്കിലും ഒരു വള്ളി നമ്മൾ പറിച്ച് മാറ്റുകയാണെങ്കിൽ അടുത്ത ഒരു വള്ളി തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.